കേരളക്കരയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ദുരന്തം. രാവിലെ ഏകദേശം 10:30 മണിയോടുകൂടി ഫാദർ വിജോഷും അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജോഷും കൂടി തങ്ങളുടെ സഹോദരൻ റിജോഷിനെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയുമായി എത്തി. റിജോഷും ഭാര്യയും ഒരു ഫാമിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാമിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ദൂരേക്ക് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ റിജോഷ് തന്റെ മൂത്ത 2 കുട്ടികളെയും ഇളയ സഹോദരന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകാറാണ് പതിവ്. 2 ദിവസങ്ങൾക്ക് മുൻപും റിജോഷ് പതിവ് പോലെ കുട്ടികളെ ഇളയ സഹോദരന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയതിനു ശേഷം ഇതുവരെ വിളിക്കുകയോ തിരികെ വന്ന് കുട്ടികളെ കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. റിജോഷിന്റെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. അക്കാര്യത്തെക്കുറിച്ച് തിരക്കുന്നതിനായി റിജോഷിന്റെ ഭാര്യ ലിജിയെ വിളിച്ചപ്പോൾ ഫാമിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ദൂരേക്ക് എവിടേക്കോ പോയിട്ടുള്ളത് കൊണ്ട് ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അത് മാത്രവുമല്ല, റിജോഷിന്റെ 3ാമത്തെ കുട്ടി ഭാര്യ ലിജിക്കൊപ്പം തന്നെ ഉണ്ടെന്ന് ആ സ്ത്രീ പറയുകയും ചെയ്തു. എന്നാൽ ഭാര്യ ലിജിയുടെ മറുപടിയിൽ തൃപ്തരല്ലാത്ത സഹോദരങ്ങളാണ് ഇപ്പോൾ തങ്ങളുടെ സഹോദരനെ കാണാനില്ല എന്നുള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. പരാതി ഫയലിൽ സ്വീകരിച്ച പോലീസ് സംഘം വീണ്ടും ലിജിയെ വിളിച്ചു നോക്കി. ലിജി നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. തന്റെ ഭർത്താവ് ചില സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോടേക്കാണ് പോയിരിക്കുന്നത്. എറണാകുളത്തെത്തിയപ്പോൾ ഭർത്താവ് റിജോഷ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും ശേഷം കോഴിക്കോട് എത്തിയപ്പോഴും തന്നെ വിളിച്ചിരുന്നു എന്നും ലിജി പോലീസിനോട് പറഞ്ഞു. ലിജി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ പോലീസ് സംഘം ഫാദർ വിജോഷിനെ അറിയിക്കുകയും ചെയ്തു. സഹോദരന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഫാദറിനെ ആശ്വസിപ്പിച്ചെങ്കിലും പോലീസ് സംഘം റിജോഷിന്റെ ഫോൺ നമ്പർ സൈബർ സെല്ലിന് കൈമാറി. ഇതോടൊപ്പം തന്നെ ലിജിയുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ എടുപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും സൈബർ സെല്ലിന് പോലീസ് സംഘം നൽകി. ലിജിയുടെ ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ തന്നെ ലിജി പറഞ്ഞ കാര്യങ്ങളിൽ പലതും സത്യമാണെന്ന് പോലീസിന് വ്യക്തമായി. എറണാകുളത്ത് നിന്നും കോഴിക്കോട് നിന്നും ലിജിയുടെ ഫോണിലേക്ക് കോളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് സൈബർ സെല്ലിന് ഒരു കാര്യം മനസ്സിലായത്. എറണാകുളത്ത് നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ ലിജിക്ക് ഫോൺ കോൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ കോളുകൾ ഒന്നും വിളിച്ചിരിക്കുന്നത് റിജോഷിന്റെ നമ്പറിൽ നിന്നല്ല. അതോടുകൂടി റിജോഷിന്റെ യഥാർത്ഥ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തന്നെ സൈബർ സെല്ലിന് പോലീസ് സംഘം നിർദ്ദേശം നൽകി. റിജോഷിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ സൈബർ സെല്ല് ആകെ അമ്പരന്നുപോയി. 3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നെടുങ്കണ്ടം ലൊക്കേഷനിൽ വെച്ച് റിജോഷിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. അതിനുശേഷം ആ ഫോൺ നമ്പർ പിന്നീട് ഓൺ ആയിട്ടേയില്ല. പിന്നീട് എങ്ങനെയാണ് റിജോഷ് മറ്റ് 2 സ്ഥലങ്ങളിൽ നിന്നും ലിജിയെ കോൺടാക്ട് ചെയ്തതെന്ന് പോലീസിന് സംശയം തോന്നി. റിജോഷിന് മറ്റേതെങ്കിലും നമ്പറിൽ നിന്ന് ഭാര്യ ലിജിയെ വിളിച്ചതായിരിക്കുമോ എന്ന സംശയം തോന്നിയ പോലീസ് സംഘം അത് ഉറപ്പിക്കുന്നതിനായി വീണ്ടും ലിജിയെ വിളിച്ച് കാര്യങ്ങൾ വിശദമായി തന്നെ തിരക്കി. അപ്പോഴായിരുന്നു റിജോഷ് തന്നെ അന്നും വിളിച്ചതായി ലിജി പോലീസിനോട് പറഞ്ഞത്. റിജോഷിന്റെ കോളുകൾ ലിജിക്ക് കൃത്യമായി കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം റിജിയുടെ ഫോണിലേക്ക് എത്തിയ ആ നമ്പർ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. ആ നമ്പറിന്റെ വിശദാംശങ്ങൾ എടുത്തപ്പോൾ അത് ഫഹദ് എന്നൊരു വ്യക്തിയുടേതാണെന്ന് പോലീസ് സംഘത്തിന് മനസ്സിലായി. ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ തന്നെ മറുതലക്കിലുള്ള വ്യക്തി കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. പോലീസ് സംഘം ആ വ്യക്തിയോട് ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്. എത്രയും വേഗം റിജോഷിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കണമെന്നായിരുന്നു. എന്നാൽ റിജോഷ് കന്നുകാലികളെ വാങ്ങുന്നതിന് വേണ്ടി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണെന്നും അക്കാര്യം ഭാര്യയെ വിളിച്ച് അറിയിച്ചേക്കാൻ തന്നോട് പറഞ്ഞതനുസരിച്ചാണ് താൻ റിജോഷിന്റെ ഭാര്യ ലിജിയെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതെന്നും ഫഹദ് പോലീസിനോട് പറഞ്ഞു. ഫഹദ് പറഞ്ഞതനുസരിച്ച് റിജോഷ് കോഴിക്കോട് ടൗണിനുള്ളിൽ നിന്നും അകത്തേക്ക് മാറിയുള്ള ഏതോ ഭാഗത്ത് കന്നുകാലികളെ വാങ്ങുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. അയാളുടെ മൊബൈൽ ഫോൺ കേടാവുകയോ ഓഫ് ആവുകയോ എന്തോ ചെയ്തതുകൊണ്ടാണ് അയാൾക്ക് കൃത്യമായി സഹോദരങ്ങളെ വിളിക്കാൻ കഴിയാതെ ഇരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങനെ കരുതിയ പോലീസ് സംഘത്തിന് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ലിജിയെ എറണാകുളത്ത് നിന്നും റിജോഷ് വിളിച്ചിട്ടുണ്ടെന്ന് നേരത്തെ ലിജി പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും ലിജിയുടെ ഫോണിലേക്ക് വന്ന നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയപ്പോൾ അത് ഫഹദിന്റെ ഒരു സുഹൃത്തിന്റെ നമ്പറാണെന്ന് പോലീസിന് വ്യക്തമായി. ഫഹദിന്റെ ഫ്രണ്ടിനെ തന്നെ എറണാകുളത്ത് വെച്ച് കണ്ട് റിജോഷ് ഭാര്യയെ വിളിച്ചതിൽ പോലീസിന് ഒരു അസ്വാഭാവികത തോന്നി. ഈ സമയത്തായിരുന്നു ഫാദർ വിജോഷ് തന്റെ സഹോദരനെ കാണാതായത് സംബന്ധിച്ച് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെന്ന് കാണിച്ചുകൊണ്ട് മൂന്നാർ സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകിയത്. വൈകാതെ തന്നെ പോലീസ് സംഘം റിജോഷിന്റെ വീട്ടിലെത്തി ഒരു അന്വേഷണം നടത്തി. ആ സമയത്ത് വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. റിജോഷിന്റെ വീടിന്റെ അയൽവാസിയായ ഒരു സ്ത്രീ പോലീസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ലിജിയെക്കുറിച്ച് പോലീസ് സംഘം അന്വേഷിച്ചപ്പോൾ ലിജി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോയി എന്നാണ് അയൽവാസിയായ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞത്. അത് മാത്രവുമല്ല, ലിജി തന്റെ ഭർത്താവ് റിജോഷ് കോഴിക്കോട് എവിടേക്കോ പോയിരിക്കുകയാണെന്നും കന്നുകാലിയെ വാങ്ങുന്നതിനായി 50,000 രൂപ തന്നോട് ആവശ്യപ്പെട്ടു എന്നും അതേ ചൊല്ലി ലിജിയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ലിജി തന്നോട് പറഞ്ഞിരുന്നു എന്നും അയൽവാസി പോലീസിനോട് പറഞ്ഞു. ലിജി പോലീസുകാരോട് പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അയൽവാസിയായ സ്ത്രീ പോലീസുകാരെ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഇളയ കുഞ്ഞുമായാണ് ലിജി പുറത്തേക്ക് പോയിരിക്കുന്നത്. ലിജിയുടെ ഫോണിലേക്ക് പോലീസ് സംഘം വിളിച്ചു നോക്കിയപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. 5 ദിവസങ്ങൾക്ക് മുൻപ് റിജോഷ് ആ ഭാഗത്തു നിന്നും പോയതാണ്. അയാളുടെ മൊബൈൽ ഫോണിനൊപ്പം ഇപ്പോൾ ഭാര്യയുടെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. പോലീസ് സംഘത്തിന്റെ അന്വേഷണം ആകെ കുഴഞ്ഞു മറിഞ്ഞു. ഈ സമയത്തായിരുന്നു ലിജിയെയും ഏറ്റവും ഇളയ കുഞ്ഞിനെയും ഇപ്പോൾ കാണാനില്ല എന്നുള്ള പരാതി റിജോഷിന്റെ സഹോദരനായ ഫാദർ പോലീസിനെ അറിയിക്കുന്നത്. റിജോഷിനെയും ലിജിയെയും കുറിച്ച് പോലീസ് സംഘം കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഇരുവരും അവിടെ തന്നെ അടുത്തുള്ള ഒരു ഫാം ഹൗസിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ കന്നുകാലികളെയൊക്കെ നോക്കുന്ന ജോലിയാണ് റിജോഷിനുള്ളത്.
അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ജോലിയാണ് ലിജിക്കുള്ളത്. ഇരുവരും അവരുടെ മൂത്ത 2 മക്കളെയും ഇളയ സഹോദരന്റെ വീട്ടിലാക്കിയതിനു ശേഷമാണ് ജോലിക്ക് പോകാറുള്ളത്. ഫാം ഹൗസിലെത്തിയ പോലീസ് സംഘം അവിടെയുള്ള ജീവനക്കാരെയൊക്കെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഫാമിന്റെ ഉടമയായ വസീം എന്ന വ്യക്തി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. മാനേജർ വസീമിന്റെ ഫോൺ നമ്പർ ആ ജീവനക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പോലീസ് സംഘം ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അതും സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ 3 പേരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുകയാണ്. ഇവയൊക്കെ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തന്നെ പോലീസ് സംഘം ഉറപ്പിച്ചു. SI ഉൾപ്പെടുന്ന സംഘം തങ്ങൾക്കുണ്ടായ സംശയങ്ങളെല്ലാം ഉടൻ തന്നെ ഉന്നത തലങ്ങളിലേക്ക് അറിയിച്ചു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഒരു യോഗം ചേരുകയും ചെയ്തു. ചർച്ചയ്ക്ക് ശേഷം പോലീസ് സംഘം മാനേജറായ വസീമിന്റെയും കോൾ ഡേറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. സൈബർ സെല്ലിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നത്. വസീമിന്റെ ഫോണിൽ നിന്നും ലിജിയുടെ ഫോണിലേക്ക് നിരവധി തവണ വിളിച്ചിട്ടുണ്ട്. അതിനു പുറമെ വസീമിന്റെ നമ്പറിൽ നിന്നും മറ്റൊരു നമ്പറിലേക്കും നിരന്തരമായി കോൾ പോയിട്ടുണ്ട്. ആ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അത് വസീമിന്റെ സഹോദരൻ ഫഹദിന്റേതാണെന്ന് മനസ്സിലായി. ഫഹദായിരുന്നു കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നുമൊക്കെ നേരത്തെ ലിജിയുടെ ഫോണിലേക്ക് വിളിച്ചത്. നിലവിൽ ആക്റ്റീവായിട്ടുള്ളത് കോഴിക്കോടുള്ള ഫഹദിന്റെയും അതുപോലെ തന്നെ എറണാകുളത്തുള്ള അയാളുടെ സുഹൃത്തിന്റെയും നമ്പറുകൾ മാത്രമാണ്. ആ നമ്പറുകാരെ പോലീസ് സംഘം ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. റിജോഷിന്റെയും ലിജിയുടെയും വസീമിന്റെയും തിരോധാനം സംബന്ധിച്ച് വസീമിന്റെ സഹോദരൻ ഫഹദിനെയും അയാളുടെ സുഹൃത്തിനെയും പോലീസ് സംഘം പ്രതിയാക്കും എന്ന തരത്തിൽ തന്നെയായിരുന്നു അവരെ ഇരുവരെയും പോലീസ് സംഘം ചോദ്യം ചെയ്തത്. അവരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് സംഘത്തിന് ഒരു കാര്യം ഉറപ്പായി. ആ 3 മിസ്സിംഗ് കേസിലും ഇരുവർക്കും ബന്ധമില്ലെങ്കിൽ പോലും ആ മിസ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഫഹദിനും അയാളുടെ കൂട്ടാളിക്കും അറിയാം. ഫഹദിനെയും സുഹൃത്തിനെയും ഡിവൈഎസ്പി ഉൾപ്പെടുന്ന സംഘം ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു നേരത്തെ ഫാം ഹൗസിലേക്ക് ചോദ്യം ചെയ്യലിനായി പോയ പോലീസ് സംഘം അതിവേഗം മടങ്ങിയെത്തി ഡിവൈഎസ്പി ഒരു കാര്യം അറിയിക്കുന്നത്. ഫാം ഹൗസിലുള്ള ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫാം ഹൗസിലേക്ക് ഒരു JCB വന്നുപോയതായി തങ്ങൾ കണ്ടു എന്ന് ചില ജീവനക്കാർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ JCB ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം അയാളെ ചോദ്യം ചെയ്തു തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു റിസോർട്ടിന്റെ മാനേജറായ വസീം അത്യാവശ്യമായി JCBയുമായി ഫാം ഹൗസിലേക്ക് വരണമെന്ന് ആ JCB ഡ്രൈവറോട് ആവശ്യപ്പെട്ടത്. മാനേജറിന്റെ നിർദ്ദേശപ്രകാരം ഫാം ഹൗസിലേക്ക് എത്തിയ JCB ഡ്രൈവറോട് മാനേജറായ വസീം ഒരു കാര്യം പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അയാളുടെ ഫാം ഹൗസിലെ ഒരു പശു ചത്തുപോയിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് മഴവെള്ള സംഭരണിക്കായി എടുത്ത കുഴിയിലേക്കാണ് ആ പശുവിന്റെ മൃതദേഹം ഇട്ടിരിക്കുന്നത്. അത് അവിടെ കിടന്ന് അഴുകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ കുഴി മൂടണമെന്നായിരുന്നു ഡ്രൈവറോട് മാനേജർ ആവശ്യപ്പെട്ടത്. മാനേജർ വസീം പറഞ്ഞതനുസരിച്ച് മഴക്കുഴിക്കുള്ളിൽ പശുവിനെ മൂടിയിട്ടുള്ള ആ ഭാഗത്ത് കുറച്ചുകൂടി മണ്ണ് JCB ഉപയോഗിച്ച് ആ ഡ്രൈവർ ഇടുകയും അവിടെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. JCB ഡ്രൈവർ അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡിവൈഎസ്പിക്ക് ഒരു സംശയം തോന്നി. ആ മഴക്കുഴി ഉടൻ തന്നെ ഒന്ന് തുറന്ന് പരിശോധിക്കാൻ മറ്റുള്ള പോലീസുകാർക്ക് നിർദ്ദേശവും നൽകി. ഇതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയും പോലീസ് സംഘം ആരംഭിച്ചു. റിജോഷിന്റെ വീട്ടിലെത്തി റിജോഷിന്റെ വസ്ത്രങ്ങളിലൊക്കെ മണം പിടിച്ച പോലീസ് നായ ആ വീടിന് പുറത്തുനിന്നും 300 മീറ്റർ മാത്രം അകലെയുള്ള റിസോർട്ടിന്റെ ഭാഗത്തേക്കാണ് ഓടിയത്. അവിടെ എത്തിയ പോലീസ് നായ റിസോർട്ടിന് ചുറ്റുമൊന്ന് കറങ്ങിയ ശേഷം ആ മഴക്കുഴിക്ക് സമീപം വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. മഴക്കുഴിയുടെ ഭാഗത്തേക്ക് നോക്കി പോലീസ് നായ വീണ്ടും വീണ്ടും കുരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സംഘം ഉടൻ തന്നെ JCB ഡ്രൈവറെ അവിടേക്ക് എത്തിച്ച് ആ കുഴി തുറന്നു പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് മഴക്കുഴി പൂർണ്ണമായും തുറന്നത്. മഴക്കുഴി പൂർണ്ണമായും തുറന്ന് താഴെ എത്തിയപ്പോൾ പശുവിന്റെ മൃതദേഹമല്ല പോലീസുകാർക്ക് ലഭിച്ചത്, പകരം ഒരു ചാക്കുകെട്ടാണ്. ചാക്കുകെട്ട് പുറത്തെടുത്ത് അതിന്റെ വായ്ഭാഗം തുറന്ന പോലീസ് സംഘം തീർത്തും അമ്പരന്നുപോയി. ചാക്കിനുള്ളിൽ പകുതി കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ അഴുകി തീരാറായ ഒരു മൃതശരീരമാണുള്ളത്. അവിടെ കൂടി നിന്ന നാട്ടുകാർക്കൊപ്പം റിസോർട്ടിലെ ജീവനക്കാരും ഉണ്ടായിരുന്നു. അവരുടൻ തന്നെ ആ മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തു. മുഖത്തിന്റെ ഭാഗം പൂർണ്ണമായും അഴുകി തീരാത്തതുകൊണ്ട് തന്നെ അത് റിജോഷ് ആണെന്ന് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആ റിസോർട്ടിലെ തന്നെ ജീവനക്കാരായ റിജോഷിന്റെ മൃതദേഹം പാതി കത്തിക്കരിഞ്ഞ നിലയിൽ അഴുകിയ അവസ്ഥയിൽ റിസോർട്ടിലെ തന്നെ മഴക്കുഴിയിൽ നിന്നും കണ്ടെത്തിയെന്നുള്ള വാർത്ത നാടാകെ പരന്നു. ഇതിനിടയിൽ സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഫോൺ കോൾ ഡിവൈഎസ്പിക്ക് ലഭിക്കുകയും ചെയ്തു. നെടുങ്കണ്ടത്തുള്ള ഒരു ATMൽ നിന്നും ലിജി പണം പിൻവലിച്ചിരിക്കുകയാണ്. ലിജിയും ഇളയ കുഞ്ഞും വസീമിനൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചു. നെടുങ്കണ്ടത്തു നിന്നും അവരെങ്ങോട്ടോ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരിരുവരും എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തണം. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഓഫാക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ടവർ ഡേറ്റ പരിശോധിക്കാൻ പോലും പോലീസ് സംഘത്തിന് ബുദ്ധിമുട്ടായി തീർന്നു. പോലീസ് സംഘം അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ആ മൊബൈൽ ഫോണുകളിൽ ഒരെണ്ണം തമിഴ്നാട്ടിൽ വെച്ച് ഓണായി എന്നുള്ള വിവരം സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും പോലീസിനെ തേടിയെത്തുന്നത്. ലിജി തന്റെ ഏറ്റവും ഇളയ കുട്ടിക്കൊപ്പം വസീമിനൊപ്പം തമിഴ്നാട്ടിലേക്ക് തന്നെ പോയിരിക്കുകയായിരിക്കാമെന്ന് പോലീസ് സംഘം ഉറപ്പിച്ചു. ഇതിനിടയിൽ വസീമിനെയും ലിജിയെയും അതിവേഗം കണ്ടെത്തുന്നതിനായി പോലീസ് സംഘം ഒരു ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. വീട്ടിൽ നിന്ന് പുറപ്പെട്ട റിജോഷ്
എറണാകുളത്തും കോഴിക്കോടും എത്തിയപ്പോൾ തന്നെ വിളിച്ചിരുന്നു എന്ന് പോലീസ് സംഘത്തോട് ലിജി നേരത്തെ പറഞ്ഞിരുന്നു. അത് വിശ്വസിച്ച പോലീസ് സംഘം ലിജിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയതുമില്ല. ഇതിനിടയിലാണ് ലിജി ഏറ്റവും ഇളയ കുട്ടിയുമായി അവിടെ നിന്ന് സ്ഥലം വിട്ടത്. ലിജിയുടെയും വസീമിന്റെയും മൊബൈൽ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിച്ച പോലീസ് സംഘത്തിന് ഇരുവരും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെ മനസ്സിലായി. മണിക്കൂറുകളോളമാണ് ഇരുവരും രാത്രികാലങ്ങളിൽ സംസാരിച്ചിട്ടുള്ളത്. റിജോഷ് അറിയാതെ തന്നെ അയാളുടെ ഭാര്യയും റിസോർട്ടിലെ മാനേജരും തമ്മിൽ ഒരടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം കൂടുതൽ അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പോലീസ് സംഘത്തിന് ഒരു വീഡിയോ ലഭിക്കുന്നത്. ആ വീഡിയോ പോലീസിന് നൽകിയിരിക്കുന്നത് വസീമിന്റെ സഹോദരൻ ഫഹദാണ്. റിജോഷിന്റെ മരണത്തിൽ തന്റെ സഹോദരനായ ഫഹദിനും സുഹൃത്തിനും യാതൊരു പങ്കുമില്ല എന്നും എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണെന്നും വസീം ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഫഹദ് പോലീസിന് കൈമാറിയത്. ഫഹദ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഫോറൻസിക് സംഘത്തിന് വിശദമായ പരിശോധനയ്ക്ക് തന്നെ പോലീസ് സംഘം അയച്ചു കൊടുത്തു. ആ വീഡിയോ ദൃശ്യങ്ങൾ പൂർണ്ണമായും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് അയച്ചിരിക്കുന്ന IP അഡ്രസ് ഫോറൻസിക് സംഘത്തിന് ലഭ്യമായി. അത് മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. വസീം സംഘവും മഹാരാഷ്ട്രയിൽ ഉണ്ടെന്ന് തന്നെ പോലീസ് സംഘം ഉറപ്പിച്ചു. പോലീസ് അന്വേഷിക്കുന്ന പ്രതികളായ വസീമും ലിജിയും പനവേലിൽ ഉണ്ടെന്നുള്ള വിവരം പനവേൽ സ്റ്റേഷനിൽ ഉടൻ തന്നെ കേരള പോലീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ മഹാരാഷ്ട്രയിൽ പ്രതികൾ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തണമെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ ആക്റ്റീവ് ആകണം. പോലീസ് സംഘവും സൈബർ സെല്ലും അങ്ങനെ കാത്തിരിക്കുന്നതിനിടയിലാണ് വസീമിന്റെ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആയത്. മഹാരാഷ്ട്രയിലെ ഒരു ലോഡ്ജിൽ വെച്ചാണ് വസീമിന്റെ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആയിരിക്കുന്നത്. സൈബർ സെൽ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പനവേൽ പോലീസ് സംഘം ആ ലോഡ്ജ് ഉടൻ തന്നെ വളയുകയും ചെയ്തു. ലോഡ്ജിന്റെ മാനേജരെ കണ്ട് പനവേൽ പോലീസ് സംഘം വിശദമായി വസീമിനെയും ലിജിയെയും ആ കുട്ടിയെയും കുറിച്ച് തിരക്കി. അവർ മൂവരും ചേർന്നാണ് ഇവിടെ മുറിയെടുത്തതെന്നും മുറിയെടുത്തതിന് ശേഷം അവരാരും പുറത്തേക്ക് വന്നിട്ടേയില്ല എന്നും ലോഡ്ജിന്റെ മാനേജർ പോലീസുകാരെ അറിയിച്ചു. പോലീസ് സംഘം അതിവേഗം തന്നെ വസീമും ലിജിയുമുള്ള ആ മുറിയുടെ സമീപത്തേക്ക് എത്തുകയും തട്ടി വിളിക്കുകയും ചെയ്തു. എത്ര തട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്ത സാഹചര്യത്തിൽ സംശയം തോന്നിയ പോലീസ് സംഘം റൂം ബോയുടെ കൂടി സഹായത്തോടുകൂടി ആ മുറി ബലമായി തന്നെ തുറന്നു. മുറി തുറന്ന് മുറിക്കകത്തേക്ക് കയറിയ പോലീസ് സംഘം ആകെ അമ്പരന്നു പോയി. ആ മുറിയിലുണ്ടായിരുന്ന വസീമും ലിജിയും ലിജിയുടെ കുഞ്ഞും വായിൽ നിന്ന് നുരയും പതയും വന്ന അവസ്ഥയിൽ കിടക്കുന്നു. മൂന്നുപേരെയും പോലീസ് സംഘം അതിവേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ പോലും കുട്ടിയുടെ ജീവൻ നഷ്ടമായി. മൂന്നുപേരുടെയും ശരീരത്തിൽ മാരകമായ എന്തോ വിഷം ചെന്നിട്ടുണ്ടെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി. ലിജിയും വസീമും അതീവ ഗുരുതരാവസ്ഥയിൽ ICUവിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ലിജിയെയും വസീമിനെയും ICUവിൽ നിന്നും വാർഡിലേക്ക് മാറ്റി. അവർ സുഖം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ മഹാരാഷ്ട്ര പോലീസ് ഇരുവരെയും കേരള പോലീസിന് കൈമാറുകയും ചെയ്തു. നാട്ടിലെത്തിച്ച പ്രതികളെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വസീം പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. ഒരേ റിസോർട്ടിലെ തന്നെ ജീവനക്കാരായതുകൊണ്ട് തന്നെ ലിജിയും വസീമും തമ്മിൽ വളരെ അടുത്ത പരിചയമായിരുന്നു. അവരിരുവരും തമ്മിൽ ഇടപഴകുന്നത് കണ്ട് പല പ്രാവശ്യം ഭർത്താവായ റിജോഷ് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അനാവശ്യമായ അടുപ്പം മാനേജറായ വസീമുമായി വേണ്ട എന്ന് പലതവണ ലിജിയോട് പറഞ്ഞെങ്കിലും റിജോഷ് അറിയാതെ തന്നെ ലിജിയും വസീമും മൊബൈൽ ഫോണിൽ രാത്രികാലങ്ങളിൽ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കുന്നത് പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ലിജിയും വസീമും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് റിജോഷ് കൈയോടെ പിടികൂടി. അന്നു മുതൽ അവർ തമ്മിൽ വഴക്കാരംഭിക്കുകയും ചെയ്തു. ഭർത്താവായ റിജോഷ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ സാധിക്കുകയില്ല എന്ന് അങ്ങനെയാണ് ലിജിയും മാനേജറായ വസീമും മനസ്സിലാക്കിയത്. ഇതിനിടയിൽ വസീമും 3 കുട്ടികളുടെ മാതാവായ ലിജിയും തമ്മിലുള്ള ബന്ധം വേർപിരിയാൻ പറ്റാത്ത വിധം അടുത്തു കഴിഞ്ഞിരുന്നു. തന്റെ ഭാര്യയുടെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ റിജോഷ് ഒരു ദിവസം മദ്യപിച്ച് റിസോർട്ടിലെത്തി വസീമുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ അത് തല്ലിൽ കലാശിക്കുകയും വസീം പിടിച്ച് തള്ളിയതിനെ തുടർന്ന് റിജോഷ് തലയടിച്ച് വീഴുകയും ചെയ്തു. തലയിടിച്ച് തറയിൽ വീണ റിജോഷിന്റെ മരണം സംഭവിച്ചു എന്ന് വൈകാതെ തന്നെ വസീമിന് മനസ്സിലായി. താൻ റിജോഷിനെ കൊലപ്പെടുത്തിയെന്ന് പുറം ലോകമറിഞ്ഞാൽ അത് പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിയ മാനേജർ വസീം രാത്രിയുടെ മറവിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ റിജോഷിന്റെ മൃതദേഹം അവിടെ നിന്ന് വലിച്ചിഴച്ച് ഫാം ഹൗസിന്റെ പിൻഭാഗത്തുള്ള മഴക്കുഴിക്ക് സമീപം എത്തിക്കുകയും ഫാം ഹൗസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന പെട്രോൾ ഉപയോഗിച്ച് റിജോഷിന്റെ ശരീരം കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ശരീരം പൂർണ്ണമായും കത്തുകയില്ല എന്ന് മനസ്സിലാക്കിയ വസീം റിജോഷിന്റെ ശരീരം ആ മഴക്കുഴിക്കുള്ളിലേക്കിടുകയും അല്പം മണ്ണിട്ട് മൂടുകയും ചെയ്തു. കുറച്ച് മണ്ണ് മാത്രമിടുന്ന സാഹചര്യത്തിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മൃതശരീരം അഴുകിയ ഗന്ധം പുറത്തേക്ക് വമിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ വസീം പിന്നീട് JCB ഡ്രൈവറോട് ആ റിസോർട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. റിസോർട്ടിലെ ഒരു പശു ചത്ത സാഹചര്യത്തിൽ അതിനെ മഴക്കുഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഗന്ധം പുറത്തേക്ക് വരാതിരിക്കുന്നതിനു വേണ്ടി മഴക്കുഴി മൂടണമെന്നുമായിരുന്നു വസീം JCB ഡ്രൈവറെ അറിയിച്ചത്. ഇതിനിടയിൽ റിജോഷ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വസീം ലിജിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ റിജോഷിനെ കാണാനില്ല എന്നുള്ള പരാതി അയാളുടെ സഹോദരൻ പോലീസിൽ അറിയിക്കുന്ന സമയത്ത് തന്നെ ലിജിക്ക് നന്നായി അറിയാമായിരുന്നു അവളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം. പോലീസുകാരുടെ അന്വേഷണം തങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിനു വേണ്ടിയാണ് റിജോഷ് കോഴിക്കോട്ടേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു കള്ളക്കഥ ലിജിയും വസീമും ചേർന്ന് മെനഞ്ഞെടുത്തത്. അതിനായി ഈ കാര്യങ്ങളൊന്നും അറിയാത്ത തന്റെ സഹോദരനായ ഫഹദിനോടും സുഹൃത്തിനോടും എറണാകുളത്ത് നിന്നും കോഴിക്കോട് നിന്നും ലിജിയുടെ ഫോണിലേക്ക് ഓരോ കോൾ വീതം വിളിക്കണമെന്ന് വസീം നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. തെളിവെടുപ്പിനായി വസീമിനെ റിസോർട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അയാൾ എങ്ങനെയാണ് റിജോഷിനെ കൊലപ്പെടുത്തിയതെന്നും എങ്ങനെയാണ് കൊണ്ടുപോയി കത്തിച്ചതെന്നും കുഴിച്ചിട്ടതെന്നുമുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പോലീസുകാർക്കും നാട്ടുകാർക്കും മുൻപാകെ കാണിച്ചു കൊടുത്തു. വസീമിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ അയാളുടെ മേൽ കൈവെക്കാനും ഒരു ശ്രമം നടത്തി. വളരെ ബുദ്ധിമുട്ടിയാണ് പോലീസ് സംഘം വസീമിനെ നാട്ടുകാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഫാമിന്റെ പിൻഭാഗത്തേക്ക് റിജോഷിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ഉപയോഗിച്ച തോർത്തും റിജോഷിന്റെ ശരീരം കത്തിക്കാൻ ഉപയോഗിച്ച പെട്രോൾ അടങ്ങിയ ക്യാനുമൊക്കെ വസീം പോലീസിന് മുൻപാകെ കാണിച്ചു കൊടുത്തു. അതൊക്കെ പോലീസ് സംഘം തെളിവെടുപ്പിന്റെ ഭാഗമായി ശേഖരിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം വസീമിനെയും ലിജിയെയും പോലീസ് സംഘം നെടുങ്കണ്ടത്തെ ATM-ലെത്തി തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം പ്രതികൾ സഞ്ചരിച്ച വഴികളിലൂടെ പോലീസ് സംഘവും അവരെയും കൊണ്ട് തെളിവെടുപ്പിനായി എത്തി. മഹാരാഷ്ട്രയിലെ പനവേലിലെ ഹോട്ടലിലെത്തി പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി. എല്ലാ തെളിവുകളോടും കൂടിയാണ് കേസ് ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്നത്. 2 സ്റ്റേറ്റുകളിലായാണ് കേസ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വെച്ചാണ് ലിജിയുടെ ഏറ്റവും ഇളയ കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. കുട്ടിയെ വിഷം കൊടുത്തു കൊന്ന കേസാണ് ഇരുവരുടെയും പേരിൽ മഹാരാഷ്ട്രയിൽ ചാർജ് ചെയ്തിട്ടുള്ളത്. 2 കേസുകളുടെയും അന്വേഷണം സമാന്തരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാദപ്രതിവാദങ്ങൾ ഉടൻ കോടതിയിൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ലിജിക്കും മാനേജർ വസീമിനും കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം.